ജൂബിലി വർഷമായ 2025 ഫ്രാൻസിസ് പാപ്പായുടെ ലോക സമാധാന ദിന സന്ദേശം പ്രസിദ്ധീകരിച്ചു. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ വിചിന്തന പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ വർഷവും ദൈവമാതാവിൻ്റെ തിരുനാൾ ദിനമായ ജനുവരി 1 ആഗോള കത്തോലിക്ക സഭ ലോക സമാധാന ദിനമായി ആചരിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പായുടെ ലോക സമാധാന സന്ദേശം വത്തിക്കാനിലെ പ്രസ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രകാശിതമായി. സമഗ്ര മാനവ വികസനത്തിനായുള്ള വത്തിക്കാൻ വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ കർദിനാൾ മൈക്കിൾ ചേണി, കാത്തലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്രിസാൻ വൈലൻകോട്ട് മർഫി, എഞ്ചിനീയർ വിത്തോ അൽഫിയേരി ഫൊന്താന എന്നിവർ വാർത്താ സമ്മേളനത്തിനിടെ ഈ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം മാധ്യമപ്രവർത്തകർക്കായി നൽകി. ചില സർക്കാരുകളും സമ്പന്ന നാടുകളിലെ ചില സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളും പാവപ്പെട്ട നാടുകളുടെ മാനുഷിക വിഭവങ്ങളും പ്രകൃതി വിഭവങ്ങളും യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ വിവേചനരഹിതമായി ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയായി വിദേശകടത്തെ മാറ്റുന്നുണ്ടെന്ന് ലോക സമാധാന ദിന സന്ദേശത്തിൽ പാപ്പ ആവർത്തിക്കുന്നു. പാരിസ്ഥിതിക കടവും വിദേശ കടവും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നും അത് കടപ്രതിസന്ധിയിൽ കലാശിക്കുന്നുവെന്നും പാപ്പ പറയുന്നു. ഇത് ഐകദാർഢ്യത്തിനായുള്ള, എന്നാൽ എല്ലാറ്റിനുപരിയായി നീതിക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണെന്ന് പാപ്പ വ്യക്തമാക്കുന്നു. 2025 സമാധാനം സംവർദ്ധകമാകുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ച പാപ്പ കരാറുകളുടെ കുത്തൊഴുക്കുകളിലോ മാനുഷികമായ വിട്ടുവീഴ്ചകളുടെ മേശകളിലോ നിലച്ചു പോകാത്ത യഥാർത്ഥവും ശാശ്വതവുമായ ഒരു സമാധാനമാണ് വിവക്ഷിക്കുന്നതെന്നും വിശദീകരിക്കുന്നു.